വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഉക്രൈന് അനുകൂലമായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ചോദ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഉയർത്തിവിടുന്നുണ്ട്. നമുക്ക് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിലെ പ്രസംഗത്തിലെ ചില വരികൾ നമുക്ക് കേൾക്കാം. ഉക്രൈന് വേണ്ടിയല്ല റഷ്യ സൈന്യത്തെ ഉക്രൈന്റെ ഭൂപ്രദേശങ്ങളിൽ നിന്നും പിൻവലിക്കാൻ പറയുന്നത്, മറിച്ച് റഷ്യക്ക് വേണ്ടി തന്നെയാണ് ഉക്രൈനിലെ ഭൂപ്രദേശങ്ങളിൽ നിന്നും ഉക്രൈൻ സൈന്യത്തെ പിൻവലിക്കാൻ റഷ്യ ആവശ്യപ്പെടുന്നത്. ഉക്രൈൻ എങ്ങനെയാണ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതെന്ന് പറയാൻ റഷ്യക്ക് ഒരു അധികാരവുമില്ല. ഇവിടെയാണ് വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ നിലപാടുകളല്ല യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അധിനിവേശക്കാരന്റെ അധിനിവേശത്തിനെതിരെ ആയുധങ്ങൾ നൽകുമ്പോൾ ഫലസ്തീന്റെ കാര്യത്തിൽ അധിനിവേശക്കാരന് ആയുധങ്ങൾ നൽകുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നത്. ഇതിനെയാണ് പച്ചയായ ഇസ്ലാമോഫോബിയ എന്ന് പറയേണ്ടത്. 2 വർഷമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധവും 8 മാസത്തോളമായ ഇസ്രായേൽ ഗസ യുദ്ധവും താരതമ്യം ചെയ്യുമ്പോൾ വല്ലാത്ത ആശ്ചര്യവും അമ്പരപ്പുമാണ് ഉണ്ടാവുന്നത്. ഈ 2 രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനും സ്വീകരിച്ചിട്ടുള്ള നിലപാട് സംശയം ജനിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ 2 യുദ്ധങ്ങളിലും വെസ്റ്റേൺ യൂണിയൻ നേതാക്കളുടെ കണ്ണിൽ 2 തരം ഇരവാദമുണ്ട്. ഒന്ന്, അവർക്ക് മൂല്യമുള്ള ഇരകളും. 2, അവർക്ക് വേണ്ടത്ര മൂല്യം നൽകാനാവാത്ത ഇരകളും. അവർക്ക് മൂല്യമില്ലാതെ പോയ ഇരകളാണ് നിരായുധരായ ഫലസ്തീനിലെ സാധാരണ സിവിലിയന്മാർ. ഇതിന് മറ്റൊരു കാരണം അമേരിക്കയുടെ ശത്രുപക്ഷവും അമേരിക്കയുടെ മിത്രപക്ഷവും എന്ന വലിയൊരു സാധ്യതയാണ്. അമേരിക്കയുടെ മിത്രമാണ് ഇസ്രായേൽ, അമേരിക്കയുടെ ശത്രുരാജ്യമാണ് റഷ്യ എന്നതും കൂട്ടുവായിക്കേണ്ടതാണ്. ഇപ്പോൾ യുക്രൈൻ US-ന്റെ ചെറുകിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമായിട്ടുണ്ട്. 92 രാജ്യങ്ങളിലെ നേതാക്കന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും സ്വിറ്റ്സർലൻഡിലെ യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തു ചെയ്തു. ഉക്രൈനിയൻ പ്രസിഡന്റും സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റും ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ലൂസണിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് അവർ ഒരുമിച്ച് കൂടിയത്. 4 ഉക്രൈനിയൻ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും നാറ്റോയിൽ ചേരുന്നത് ഉപേക്ഷിക്കാനും തയ്യാറായാൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സ്വിറ്റ്സർലൻഡിൽ ഈ ഉച്ചകോടി നടക്കുന്നത്. ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴികൾ ഇവർ ചർച്ച ചെയ്യും. റഷ്യയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. വ്ളാദിമിർ സെലൻസ്കി ഉച്ചകോടിയിലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: അവർ ഇന്നത്തെ ഉച്ചകോടിയിലില്ലെങ്കിലും കൂട്ടായ ശ്രമം യുദ്ധം അവസാനിപ്പിക്കാനും അതുവഴി സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയുമെന്ന ആശയം ലോകത്തിനു മുന്നിൽ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ്. ഈ ആശയം തീർച്ചയായും പ്രാവർത്തികമാകും, കാരണം ലോകത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. ഈ ഉച്ചകോടിയോടെ റഷ്യക്കാർ ചൈനയോട് കൂടുതൽ അടുക്കാനും ചൈനയുടെ ആശീർവാദത്തോടെ ഇതിനു മുകളിൽ മറ്റൊരു പ്ലാറ്റ്ഫോം ഒരുക്കാനും ശ്രമിക്കുകയാണ്. റഷ്യയെ ഭയപ്പെടുത്താനുമുള്ള ഒരു തന്ത്രമായി ഈ ഉച്ചകോടിയെ നമുക്ക് കാണാം. ഇതിൽ ഐക്യകണ്ഠേന പിന്തുണ നൽകുന്ന ഒരു പ്രസ്താവനയിൽ മുഴുവൻ രാജ്യങ്ങളും എത്തുമോ എന്നുള്ളതിൽ സംശയമാണ്. അതേസമയം ഗ്ലോബൽ സൗത്തിലെ പല പ്രമുഖരെയും വേദിയിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ക്രെഡിറ്റ് ഉക്രൈന് നേടാനാവുകയും ചെയ്യും.